ഇപ്പോ ചരിത്രത്തിലുടനീളം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഒരു ഏരിയയിലേക്ക് ഇവിടെ പതുക്കെ കടന്നു ചെല്ലും, സ്വീറ്റ് ആയിട്ട് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് അവർ കടന്നു ചെല്ലും. പതുക്കെ ആളുകളുടെ അറ്റൻഷനൊക്കെ പിടിച്ചു പറ്റും. പിന്നെ ആളുകളുടെ എണ്ണം കൂട്ടും, അവരുടെ സമൂഹത്തിന് ആളുകളുടെ എണ്ണം കൂട്ടും. അങ്ങനെ വളർന്നു വളർന്ന ഒരു പ്രത്യേക സാഹചര്യം, അവരുടെ ഒരു പെർസെന്റേജ് ആവുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഒരു സ്വീപ്പ് ഓപ്പറേഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴല്ല, ചരിത്രം ഒരു 10-100 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കാണാവുന്ന ഒരു കാര്യം ഇത്. ശരിയാണ്, ഇത്തരം കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് നടത്തുന്ന ഈ ഓപ്പറേഷൻ നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാമ്പത്തികമായിട്ട്. ഇപ്പം സ്വത്തുക്കളൊക്കെ കവർച്ച ചെയ്യാവുന്ന സാഹചര്യം പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു, 100 വർഷം മുമ്പൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പം സർവേ ഒക്കെ, ഭൂമിയെല്ലാം ഡിജിറ്റലായല്ലോ, സാമ്പത്തിക കാര്യങ്ങളായാലും ഡിജിറ്റലാണ്. അപ്പം ഒരു മോണിറ്ററി ബെനിഫിറ്റ്, സാമ്പത്തിക ബെനിഫിറ്റ് ഒന്നും ഇന്നത്തെ കാലത്ത് കിട്ടില്ല. പക്ഷെ പഴയ കാലത്തോട് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം അന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു 70 അല്ലെങ്കിൽ 80 കൊല്ലം മുമ്പൊക്കെ ഇവർക്ക് ഒരു പക്ഷെ സമ്പത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്കിലും ഈ സമ്പത്ത് കിട്ടിയതിനു ശേഷം ഇവർ ആ രാജ്യത്തിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് മുന്നോട്ടുള്ള നിലനിൽപ്പ് എന്തായിരിക്കും? അതായത് ചോദിക്കുന്നത്, പല രാജ്യങ്ങളിലും ഇവർ കുടിയേറുന്നു, അതല്ലെങ്കിൽ ഒരു പ്രദേശങ്ങളിൽ ഇവർ കുടിയേറി കുറച്ചൊക്കെ ഇവര് ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഇവരെന്ത് സംഭവിക്കുന്നു എന്നാണോ ചോദിക്കുന്നത്? ഇവര് പിന്നീട് ആ പ്രദേശത്ത് എന്ത് ചെയ്യുമെന്നാണോ ചോദിക്കുന്നത്? അതോ ഇവര് കുടിയേറി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അഭിമുഖീകരിക്കുന്നത് എന്നതാണോ ചോദ്യം? കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ ചരിത്രത്തോട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അവര് ഒരു നിശ്ചിത ശതമാനത്തിലായി കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷൻ നടത്തും, പൂർണ്ണമായി കീഴടക്കും നമുക്കറിയാം. ഞാൻ ആലോചിക്കുന്നത്, ആ കീഴടക്കുന്ന സമയത്ത് ഇതിൽ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളുകൾക്ക് സാമ്പത്തികമായിട്ട് കവർച്ചാ മുതലുകളോ ഒക്കെ കിട്ടും, ശരിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിന് ശേഷം ഈ ഒരു സാമ്പത്തികമായിട്ട് അവർക്കെല്ലാം കിട്ടി, സ്വത്തെല്ലാം കിട്ടി, അതിന് ശേഷം ആ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയും സാമൂഹ്യ ഭദ്രതയൊക്കെ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ടീച്ചറെ. വലിയ പ്രതിസന്ധിയിലായിരിക്കും. കാരണം ഇവരുടെ കയ്യിലായില്ലേ എല്ലാം. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം FCRA പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്? വിദേശത്ത് നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് ഫണ്ടുകൾ ഒഴുകുന്നു. ആ ഫണ്ടുകൾ പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മാവോയിസ്റ്റുകളാണെങ്കിലും മതതീവ്രവാദമാണെങ്കിലും ഇതൊക്കെ വളർത്താൻ ഈ പണം പ്രയോജനപ്പെടുന്നു. ഇങ്ങനെ ഒരു പണം നമ്മുടെ രാജ്യത്ത് വന്നാൽ നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാകും. മതതീവ്രവാദം വാനോളം വളരും. അത് കഴിഞ്ഞാൽ ജനാധിപത്യം തകരും. പിന്നീട് സംഭവിക്കുന്നത് മതാധിപത്യമായിരിക്കും. ഒരുപാട് രാജ്യങ്ങളിലെ അവസ്ഥകൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആദ്യം വൻമരങ്ങൾ മുറിക്കും മുമ്പ് ശിഖരങ്ങൾ മുറിക്കണം. അതുകൊണ്ട് വിദേശത്ത് നിന്നും വരുന്ന ഫണ്ടുകളിലാണ് പിടിയിട്ടത്. അപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് പണം വരുന്നു എന്ന് കണ്ടെത്തിയത്. തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധികൾ ചെന്ന് സംസാരിക്കുകയും അവർ ചില കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്ന് നരേന്ദ്രമോദി സർക്കാർ കണ്ടെത്തുന്നു. ഈ പണം നമ്മുടെ രാജ്യത്ത് ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് എന്ന് NIA കൃത്യമായിട്ട് കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ആ സംഘടനയെ പോലും നിരോധിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ലോകം മുഴുവനും പല രാജ്യങ്ങളും വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ അഭയാർത്ഥികളുടെ വരവും പോക്കും, അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന പണവും, ഓരോ പ്രദേശങ്ങളും ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നതും മറ്റുള്ള ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നതുമായിട്ടുള്ള രീതികൾ. ഇപ്പോൾ ജനസംഖ്യാശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് ആ പ്രദേശത്ത്, ആ നാട്ടിൽ, ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത് ഒരുപാട് മാറ്റങ്ങളും പലപ്പോഴും ആശങ്കകളും ഉണ്ടാക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ആ രാജ്യം പഠിക്കും. ചില രാജ്യങ്ങളിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു. അത് ആ രാജ്യത്തിന്റെ മതനിരപേക്ഷമോ അതല്ലെങ്കിൽ ലിബറലോ ആയിട്ടുള്ള മൂല്യങ്ങളെ ബാധിക്കും എന്നവർ മനസ്സിലാക്കുന്നു. എങ്ങനെ? മുസ്ലിങ്ങൾ മാത്രമേ പിന്നെ പാടുള്ളൂ. പിന്നീട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചില ആവശ്യങ്ങൾ വരികയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഭാഗിച്ച് പാകിസ്ഥാൻ വാങ്ങി ഇവർ പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നിവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ രാജ്യം വീണ്ടും മുറിക്കണമെന്നാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം വേണമെന്നാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ജില്ല വേണമെന്നാണ്. ഇത് എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
അപ്പൊ ഇവർക്ക് ചിലപ്പോൾ അതിന്റെ പേരിൽ പണം കിട്ടിയേക്കാം. ഇപ്പോ സവാദ്, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവനാണ് സവാദ്, കൈയും കാലും. എന്നിട്ട് ആ മഴുവുമായിട്ട് കണ്ണൂരിലേക്ക് കടന്നു കളഞ്ഞു. അവന് ഇഷ്ടം പോലെ പണം കിട്ടി, അവന് വസ്തു കിട്ടി, ഭാര്യയെ കിട്ടി, 2 പെൺകുഞ്ഞുങ്ങളെ കിട്ടി, അമ്മായിയപ്പനെ കിട്ടി. ആ സംഘടന നിരോധിച്ചപ്പോൾ ഇവന്റെ മാസപ്പടി നിന്നു. അപ്പൊ ഇവൻ പണിയെടുക്കാൻ സന്നദ്ധനായി. ഇവൻ ആശാരിപ്പണി പഠിക്കുന്നു. ഇവൻ പേരൊക്കെ മാറ്റി, മുടിയും അവന്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവൻ അവിടെ പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറെടുക്കുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സാധിച്ചത് ആരുടെ മേന്മയാ? നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവാണ്. അതല്ലായിരുന്നെങ്കിലോ അതുപോലെ 100 കണക്കിന് സവാദന്മാരുണ്ടാകുമായിരുന്നു, 100 കണക്കിന് ജോസഫ് മാഷുമാരും ഉണ്ടാകുമായിരുന്നു. ഇത് തന്നെയാണ് ഓരോ പ്രദേശങ്ങളിലും സംഭവിക്കുന്നത്. ഇവർക്ക് അപ്പോൾ കുറച്ച് പണം കിട്ടും, പക്ഷെ ആ പണത്തിനൊക്കെ ഒരു നിശ്ചിത അളവ് വരെ ജീവിക്കാം. അതൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോ എന്നിട്ട് ഇവര് കുറച്ചായി കഴിയുമ്പോൾ ഇവർക്ക് അവിടെ ശരീഅത്ത് നിയമങ്ങൾ വേണം. നമുക്കറിയാമല്ലോ, അവര് മത ആധിപത്യത്തിലേക്ക് ആ നാട്ടിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് പല ആതിഥേയ രാജ്യങ്ങളുടെയും സംസ്കാരത്തെയും ആ രാജ്യത്തിന്റെ ഭരണഘടനയെയും പാരമ്പര്യത്തെയും അട്ടിമറിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരും ആദ്യം ചെയ്യുന്നത് അനധികൃതമായിട്ടുള്ള പണത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ലെബനൻ, കൊസോവ, അതുപോലെ ഈ രാജ്യങ്ങളൊക്കെ പലപ്പോഴും ഈ പണത്തിന്റെ ഉറവിടത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവരത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ആ രാജ്യം മതഭീകരത ഹൈജാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അവര് ഇവരുടെ പണം വാങ്ങിയിട്ട് തന്നെയാണ് വളരുന്നത്. അവർക്ക് ഭൂരിപക്ഷമോ അതല്ലെങ്കിൽ കുറച്ച് ന്യൂനപക്ഷമാണെങ്കിൽ ഇരവാദവും, ഭൂരിപക്ഷമാണെങ്കിൽ വേട്ടവാദവും, ഇതാണ് ഇവരുടെ രീതി. അപ്പൊ ഇവർക്ക് കുറച്ചായി നമുക്ക് കുറച്ച് സ്വീകാര്യതയൊക്കെ കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവര് ആ പ്രദേശങ്ങളിൽ മതപരമായിട്ടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കും. എന്നിട്ട് ഇവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചിട്ട് ഇവർ പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാമിക സ്കൂളുകൾ നിർമ്മിക്കുകയും ലവ് ജിഹാദിൽ അകപ്പെടുത്തി മറ്റുള്ളവരെ വശീകരിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയും അങ്ങനെ മറ്റു മതവിഭാഗങ്ങളിലെ ലിബറൽ ചിന്താഗതിക്കാരെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ ഈ പണത്തിന്റെ ആധിക്യവും ആൾബലവും, ഇത് രണ്ടും വലിയ ഫാക്ടറാണ്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർ ഭയപ്പെടാൻ കാരണവും അതാണ്. ഇവർക്ക് ഭയങ്കര നെഞ്ചൂക്കും കയ്യൂക്കുമാണ്. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ കയറി ചെന്നിട്ട് ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ, എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല് എന്ന് കുട്ടികൾ ചോദിക്കുന്നത്, ആ കുട്ടികൾക്ക് പിന്നിൽ അണിനിരക്കുന്ന മുതിർന്നവരുണ്ട്. ഒരു 9 വയസ്സുകാരൻ ഒരു മുതുകാലന്റെ തോളിലിരുന്നിട്ട് വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുമ്പോൾ മുതുകാലന്മാരുടെ സപ്പോർട്ടോടു കൂടിയാണ് പറയുന്നത്. ഇപ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ തട്ടമിട്ടാല് എന്ന് ഒരു കൊച്ച് സെന്റ് റീത്ത സ്കൂളിൽ ചോദിച്ചിട്ട് പിറ്റേ ദിവസം ആ സ്കൂൾ മുഴുവനും വളയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാ, SDPI നേതാക്കന്മാരാ. അപ്പം ഇതൊക്കെ ഒരു പരിധി വരെ അംഗബലവും പണത്തിന്റെ ആധിക്യവുമാണ് കാരണമായിട്ട് മാറുന്നത്. ഈ പണം ഉപയോഗിച്ച് ഇവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് വല്ലാതെ പറ്റാതെ പോകുന്നത്, തീരെ പറ്റത്തില്ലെന്നൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും ഇവിടെ പണത്തിന്റെ ഒഴുക്ക് യഥേഷ്ടം നടക്കുന്നുണ്ട്. ഇനി അതിലേറെ നടക്കും. മലദ്വാർ ഗോൾഡ്, ഉമ്മറം ഗോൾഡ്, പല രൂപത്തിലുള്ള ഗോൾഡുകളും ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ഇറക്കും. ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റികളിലൂടെ ഇവർ കോടികൾ സമ്പാദിക്കും. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്തുന്നതിന് വേണ്ടി ഇവർ ഉപയോഗിക്കും. മറ്റൊന്നാണ്, ഈ പണം ഉപയോഗിച്ച് ഇവർക്ക് ജനസംഖ്യ കൂട്ടാൻ ഇവർ ശ്രമിക്കും. അതാണ് മതപരിവർത്തനം, ലവ് ജിഹാദ്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൊച്ചു പിന്നീട് പ്രസവിക്കുന്നതൊക്കെ ആരാ? മുസ്ലിം കുഞ്ഞുങ്ങളാ. അങ്ങനെയാണ് ഇവർ മാറ്റുന്നത്. അങ്ങനെ പല രാജ്യങ്ങളും, അതായത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള പല രാജ്യത്തും ജനാധിപത്യവും മതനിരപേക്ഷവുമായിട്ടുള്ള മൂല്യങ്ങൾ നടക്കില്ല. ഇവർക്ക് പിന്നീട് മതമൂല്യങ്ങളെ പറ്റുള്ളൂ, മാനവിക മൂല്യങ്ങൾ പറ്റില്ല, പാരത്രിക മൂല്യങ്ങളെ പിന്നീട് പറ്റത്തുള്ളൂ. ചത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാത്ത. അപ്പൊ തീവ്രവാദം എന്നത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്, പണവുമായി ബന്ധപ്പെട്ടതാണ്. എതിരാളികളുടെയോ ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ലായ്മ, പിന്നീട് സ്വന്തം മതത്തെക്കുറിച്ചിട്ട് അറിവില്ലായ്മ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, രാജ്യസ്നേഹത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലായ്മ, വിദേശ ഇടപെടലുകളെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ലായ്മ, ഇതൊക്കെ ഒരു പരിധി വരെ അവര് ഈ ഭീകരന്മാരുടെ വലയിലേക്ക് വീണുപോകാൻ കാരണമാകുന്നു. ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹിക മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നത് അവർ മുസ്ലിങ്ങളാണെങ്കിലാണ്.
അതിനെ തീവ്രമായി കാണുന്നതിന് പകരം ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും പരിഹരിക്കണം എന്ന് മാർപ്പാപ്പയെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ ഈ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇവർക്ക് വരുന്ന പണത്തിന്റെ കുത്തൊഴുക്കുകൾ ഒന്നും വേണ്ട. നമ്മുടെ അസ്ത്രം ഗഫൂറും CA റൌഫും ഇവര് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് നമ്മളെ എതിർക്കാനെന്ന് മാധ്യമങ്ങളിൽ ആളില്ല. കണ്ടോ, അവരുടെ ഈ പണം ഉപയോഗിച്ച് അവർ ഈ മാധ്യമങ്ങളെ വിലക്കെടുത്തു. ഇന്ന് ഈ മതതീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുന്ന ഏത് മാധ്യമമാണിന്ന് നമുക്ക് ചുറ്റുമുള്ളത്? ഇല്ല. മാധ്യമങ്ങളൊക്കെ എതിരെ വരുന്നത് മതതീവ്രവാദമാണെങ്കിൽ, മതതീവ്രവാദികളാണെങ്കിൽ അവര് മൗനം പാലിക്കുന്നത് കണ്ടോ, ഈ പണം കാരണമാണ്. ഈ പണം എന്ന് നിലയ്ക്കുന്നോ അന്ന് രാജ്യത്ത് സമാധാനം ഉണ്ടാകും. പക്ഷേ ഈ പണത്തിന്റെ ആധിക്യം നിലയ്ക്കുന്നില്ല. ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ ഈ പണത്തിന്റെ കുത്തൊഴുക്ക് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യത്തെന്നല്ല, ഇവരുണ്ടാകുന്ന ഏത് കോണുകളിലും ഇത് സംഭവിക്കും. ഈ പണത്തിന്റെ ഒഴുക്ക് നിലച്ചാൽ ഇവരുടെ അതിജീവനം എന്ന് പറയുന്നത് മതത്തെ പിടിച്ചു നിർത്തല. അവരെടുത്ത പണി നോക്കും, അവരെടുത്ത മാർഗം സ്വീകരിക്കും. ടീച്ചറെ, ഈ ഈ പണം കൊണ്ട് ഈ മാർപ്പാപ്പയ്ക്ക് ഇപ്പൊ എന്തിനാ പണത്തിന്റെ ആവശ്യം? അല്ലെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് എന്തിനാണ് പണത്തിന്റെ ആവശ്യം? ഇവർ ഈ പണത്തിന് വേണ്ടിയിട്ടാണോ ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവര് ഈ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത്, ഇല്ലാതെയാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തൊക്കെ ഇവരെടുക്കുന്ന നിലപാട് പണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണോ ടീച്ചർ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നില്ല പണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ നിലപാട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു നിലപാട് അവർ എടുക്കുന്നത്? ഇപ്പം അർമേനിയയില് 15 ലക്ഷം പേരെ കൊന്നു. ഇപ്പൊ 1,12,000 പേരെ 11 വർഷം കൊണ്ട് നൈജീരിയയിൽ കൊന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൊല്ലുന്നതെല്ലാം അവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ. എന്നിട്ട് അവർ ഈ നിലപാട് എടുക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് ടീച്ചർ മനസ്സിലാക്കുന്നത്? മാർപ്പാപ്പയുടെ സമീപനത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഓരോ പ്രദേശത്തെയും, നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം അത് തന്നെയായിരുന്നു. കാരണം ഈ മതതീവ്രവാദം വർദ്ധിക്കുന്നു, അവർക്ക് പണമുണ്ട്, ആ പണത്തിന്റെ ഒഴുക്ക് നിന്നാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നായിരുന്നു യുവാവിന്റെ ചോദ്യം. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, പണം നിലയ്ക്കില്ല. കാരണം ഒരു രൂപം ഒരു മാർഗം അടയ്ക്കുമ്പോൾ ഇവർ 9 വാതിലുകൾ തുറക്കും. ഇനിയും സുപ്രു ചോദിച്ച മാർപ്പാപ്പയുടെ വിഷയമാണെങ്കിൽ സാമ്പത്തികമല്ല, ഭയം വലിയ ഒരു വിഷയം തന്നെയാണ്. ഈ സഭയുടെ ആഗോളപരമായിട്ടുള്ള ദൗത്യം, പിന്നെ ഇവരുടെ ചില നിലപാടുകൾ, ഇവർക്ക് കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. തീവ്രവാദത്തെ മാർപ്പാപ്പ ഭയപ്പെടുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. തന്നെയുമല്ല, ഈ തീവ്രവാദം വഴി സൃഷ്ടിക്കപ്പെടുന്ന അസ്ഥിരതയെയും നിരപരാധികളുടെ മരണത്തെയും വത്തിക്കാൻ ഭയപ്പെടുന്നു എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. പക്ഷേ ഞാൻ അതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായക്കാരിയാണ്. കാരണം തീവ്രവാദികളെ ഭയന്ന് ഈ തീവ്രവാദത്തെ എതിർക്കാതായാൽ അസ്ഥിരത വർദ്ധിക്കില്ലേ? നിരപരാധികളുടെ മരണങ്ങൾ വർദ്ധിക്കില്ലേ? വർദ്ധിക്കും. അപ്പോൾ ഇത് രണ്ടുമല്ല കാരണം. തീവ്രവാദത്തെ ഭയക്കുന്നതുമല്ല, പണവുമല്ല കാരണം. തീവ്രവാദികളെ നേരിട്ട് ഭയക്കുക എന്നതിലുപരി ഒരു സംഘർഷം കൂടുതൽ വലിയ യുദ്ധങ്ങളിലേക്ക് എത്തുമോ, വംശീയ കലാപങ്ങളിലേക്ക് നയിക്കുമോ? ഈ ആശങ്കയായേക്കാം ഒരു പരിധിവരെ. പിന്നെ പലപ്പോഴും അദ്ദേഹം ചർച്ചകളിലൊക്കെ സമാധാനത്തിന് മുൻഗണന നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മതഭീകരവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന സംഗതിയല്ല. ഒരു വള്ളത്തിൽ ഇരുന്നിട്ട് 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ഏർപ്പാടാണത്. കാരണം മതതീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തീവ്രവാദം വളർത്തുക എന്നതിന്റെ അർത്ഥം. അവരെ എതിർക്കാൻ സാധിക്കണം. ഇപ്പൊ തീവ്രവാദം കാരണം ലോകം മുഴുവനും എല്ലാ അന്യമത വിശ്വാസികളും ആക്രമിക്കപ്പെടുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനാണ് മാർപ്പാപ്പയുടെ സമ്മർദ്ദം ഉണ്ടാകേണ്ടത്. ഇവരെ ഭയപ്പെടുന്നതിലോ ഇവരുണ്ടാക്കുന്ന ഭീകരതകൾ തുറന്നു പറയുന്നതിലോ ആയിരിക്കരുത്. ക്ഷമിക്കണേ, ഈ മാർപ്പാപ്പ മാത്രമല്ല, മറ്റ് സഭയിൽപ്പെട്ടുള്ള വൈദികരും ഇതേ ചിന്താഗതിക്കാരാണ്. അവര് ഭീകരവാദം വളർത്താനാണ് അല്ലെങ്കിൽ അവരോട് അത് ഇല്ലാതെയാക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പുരോഹിതന്മാര് RSSകാരെ പറ്റിയിട്ടും ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ കുറിച്ചും പറയുന്നത് കേട്ടാൽ അറയ്ക്കോ? ആ രീതിയിലുള്ള സംസാരങ്ങൾ അവർ സംസാരിക്കും.
ജൂതന്മാരെ പറ്റിയിട്ടും വല്ല മോശമായിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത്. പക്ഷെ ഇവര് എല്ലാ ഭീകരവാദത്തിനെതിരെയും എല്ലാവർക്കെതിരെയും പറയും. ഇറാനെ അമേരിക്ക ആക്രമിച്ച അമേരിക്കക്കെതിരെയും പറയും. അപ്പൊ അവർക്ക് ഭയമുണ്ട് എന്ന് പറയാനും വേണ്ടി പറ്റൂല. അവര് ഭീകരവാദത്തിനെതിരെ എല്ലാവർക്കും എല്ലാ ഭീകരവാദങ്ങളോടും അല്ലെങ്കിൽ അവരുടെ കണ്ണിലുള്ള കാര്യങ്ങളോടൊന്നും അങ്ങനെയല്ല അവരുടെ സമീപനം. അവർക്ക് വ്യത്യസ്തമായ സമീപനമാണ്. ഇസ്ലാമിക ഭീകരവാദത്തോടും ഇസ്ലാമികപരമായിട്ടുള്ള ഈ കൂട്ടക്കൊലകളോടും ഇസ്ലാമികപരമായിട്ടുള്ള അജണ്ടകളോടും മാത്രമാണ് ഇവരുടെ കാര്യം എന്നാണ് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെ ഇപ്പൊ ഇന്ത്യയിൽ RSSനെതിരെ പറയാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്, ഒരു തിന്ന കേക്കിന്റെയും കുടിച്ച ചായയുടെയും കണക്ക് വരെ വിളിച്ചാറിന ടീംസ് അവര്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ഭയവും അല്ല പണവും അല്ല. ഇസ്ലാമിനോട് എന്തോ ഒരു ഇത് ഇവർക്ക് ഉണ്ട്. അത് മാർപ്പാപ്പയ്ക്ക് മാത്രമല്ല എല്ലാ സഭകളിൽപ്പെട്ടുള്ള എല്ലാ പുരോഹിതന്മാർക്കും ഇങ്ങനെയാണ്. അപ്പൊ അതെങ്ങനെ അങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു കാപട്യത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അതായത് നമ്മൾ വ്യക്തമായും ആരെയും ഭയക്കാതെ നിലപാടുകൾ വിളിച്ചു പറയുന്നത് പോലെ എല്ലാവരും പറയണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അവരത് പറഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാം, പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കതിനെ എതിർക്കാം. ഇത് ക്രിസ്ത്യൻ നേതൃത്വം, പ്രത്യേകിച്ച് വത്തിക്കാനാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും ഇസ്ലാമിക ഭീകരവാദത്തെയും ഭീകരതയെയും എതിർക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആ ഭീകരവാദികളെ വളർത്താനേ സഹായിക്കും, ഇരകളെ കൂടുതൽ ഉണ്ടാക്കാനേ സഹായിക്കും. ഇപ്പൊ ഇവര് മിത നിലപാടുകൾ സ്വീകരിക്കുന്നത്, സഭ പലപ്പോഴും എല്ലാ മതങ്ങളും സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ശക്തിയുക്തം എതിർക്കാറുണ്ട്. എല്ലാ മതങ്ങളും സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മതം, ഞാൻ ജനിച്ച മതം സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല, പക്ഷെ എൻ്റെ മതത്തിൻ്റെ പേര് സമാധാനം എന്നാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ ഭീകരതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിനെ എതിർക്കേണ്ടി വരും അവർക്ക്. അതിനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. അത് ഇസ്ലാമാണ്, മുസ്ലിം ഭീകരവാദമാണ്, ഇസ്ലാമിക തീവ്രവാദമാണ്. അവരെ അതിന് നയിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബായിട്ടുള്ള ഖുർആൻ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനെ എതിർക്കേണ്ടി വരില്ലേ? അങ്ങനെ വരുമ്പോൾ ഇവർ ഇത്രയും കാലമായിട്ട് കാത്തുസൂക്ഷിച്ച മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആശയം വീണ് കെട്ടുപോകത്തില്ലേ? ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് മികച്ച ബന്ധം പുലർത്താൻ അവർ ആഗ്രഹിക്കുന്നു. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് സഭ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് തുറന്നു പറയാത്തത് എന്നവർ പറയാതെ പറയുന്നു. ഇതിനായിട്ട് തീവ്രവാദത്തെ കുറിച്ചിട്ടുള്ള കടുത്ത വിമർശനങ്ങൾ തൽക്കാലം അവർ ഒഴിവാക്കുന്നു എന്നാണ് വിമർശകർ മനസ്സിലാക്കുന്നത്. അപ്പൊ കുടിയേറ്റക്കാരായിട്ടുള്ള അഭയാർത്ഥികൾ, അവരെ സ്വീകരിക്കുന്നത് വഴി തീവ്രവാദികൾക്ക് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ ലഭിക്കുവാണ്. അത് ക്രിസ്തീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മളും ആരോപിക്കുന്നത്. കാരണം ഇവരെ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ക്രമസമാധാന നില തല്ലിക്കെടുത്തണമെന്നാണ് ഈ പറയുന്നത്. മതത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താതിരിക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അടിക്കണം, നോവരുത്. മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗവും സമാധാനപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന് എത്രയോ ക്രിസ്ത്യൻ പുരോഹിതന്മാര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നും എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇത് പറഞ്ഞ് യൂട്യൂബിലൂടെ റീച്ച് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഭീകരത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗം തീവ്രവാദികൾ മാത്രമാണ് നടത്തുന്നത് എന്നാണ് സഭ പറയുന്നത്. ആ തീവ്രവാദികളായിട്ടുള്ള ചെറിയ വിഭാഗത്തെ എന്തുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ കുറ്റപ്പെടുത്തുന്നില്ല? അവരെന്തുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ അവരെ കൂടി പരക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പോ ക്രിസ്തീയതയുടെ കാതലായിട്ടുള്ള ഭാഗം ശത്രുക്കളെ സ്നേഹിക്കലാണെന്നും പാപികളെ മാനസാന്തരപ്പെടുത്തുകയാണെന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഭീകരതയോട് പകരം വീട്ടുന്നതിനേക്കാൾ അത് ഇല്ലാതാക്കാനുള്ള ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള മാർഗങ്ങളാണ് അവർ വിഭാവനം ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. പക്ഷേ ഖുർആൻ എന്ന പുസ്തകം മികച്ച മാതൃകയായി, മികച്ച മോഡലായി, അള്ളാഹു നൽകിയ മാർഗരേഖയായി സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ തീവ്രവാദം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഈ പുസ്തകത്തിൽ ഊളിയിട്ടിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവരുടെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങൾ ഭീകരതയെ വളർത്താനേ ഉപകരിക്കൂ. ഭീകരത ബാധിച്ച രാജ്യങ്ങളിൽ നേരിട്ടിടപെടുന്നതിനേക്കാൾ ഭരണകൂടങ്ങളുമായിട്ട് ചേർന്ന് സമാധാന ശ്രമങ്ങൾ നടത്താൻ വത്തിക്കാൻ പലപ്പോഴും ശ്രമിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ രാജ്യങ്ങളിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുമെന്നാണ് അവർ പറയുന്നത്.
എന്നാൽ അവർ സുരക്ഷിതരാണോ എന്നും കൂടി ഇവർ പറയണ്ടേ? അവർ സുരക്ഷിതരല്ല. ഇപ്പൊ ഇറാഖില്, ഈജിപ്തിലും ഒക്കെ ഭീകരാക്രമണങ്ങൾ നടന്നു. ആ സമയത്ത് മാർപ്പാപ്പ അക്രമത്തെ വിമർശിച്ച് രംഗത്ത് വന്നു. വിമർശിക്കുകയല്ല കേട്ടോ, അപലപിച്ച് രംഗത്ത് വന്നു. 2 വാക്കിനും പ്രത്യേക അർത്ഥമുണ്ട്. വിമർശിച്ചിട്ടില്ല, അപലപിച്ചു. പക്ഷെ ഭീകരതയുടെ ഉത്ഭവം മതമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നില്ല. അതായത് വലിയ ഒരു വിഭാഗത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ, അവരുടെ മതവികാരം വ്രണപ്പെടുത്താൻ ക്രിസ്തീയ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇക്കാര്യത്തിൽ മതനേതാക്കൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ ഭീകരതയുടെ ഇരകളായവർക്ക് കൂടുതൽ പിന്തുണ നൽകണം. ആ പിന്തുണ നൽകണമെങ്കിൽ, അവർക്ക് നീതി കിട്ടണമെങ്കിൽ, അവരോട് ആരാണോ അനീതി ചെയ്തത് അവരെ കൃത്യമായിട്ട് എതിർക്കാനും വിമർശിക്കാനും അവര് ചെയ്ത തീവ്രവാദത്തെ തുറന്നു കാണിക്കാനും സഭാ നേതൃത്വവും മാർപ്പാപ്പ അടക്കമുള്ള ആളുകളും രംഗത്ത് വരണം. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ സങ്കീർണമായിട്ടുള്ള ബന്ധം അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന് തുറന്നു പറയാൻ ഇവര് രംഗത്ത് വരണം. കർശനമായിട്ടുള്ള നിലപാടുകൾ ഈ മതഭീകരതയ്ക്കെതിരെ, മത തീവ്രവാദികൾക്കെതിരെ ഇവര് സ്വീകരിക്കാത്തിടത്തോളം കാലം ഒരിക്കലും ക്രിസ്ത്യാനികൾ, അതല്ലെങ്കിൽ അമുസ്ലിങ്ങൾ ലോകത്തെവിടെയും സുരക്ഷിതരായിരിക്കില്ല.